എന്നെ സാരി ഉടുത്ത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുക എന്നുള്ളത്. എവിടെയില്ല കേട്ടോ, വെറുതെ സാരി ഉടുത്ത് നോക്കിയതാണ്. രാവിലെ തന്നെ ഏട്ടൻ എന്നെ കളിയാക്കിട്ടോ, അതിന്റെ ഇതിലാണ് ഞാനിന്ന് സാരി ഉടുക്കുന്നത്. നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കൊളാബായിട്ടും ഇങ്ങനെ മോഡലൊക്കെ ആയിട്ട് സാരിയുടെ മോഡലായിട്ട് എനിക്ക് കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സാരി ഉടുത്താൽ ചേരൂല, നീ വെറുതെ അവരുടെ കഞ്ഞൂടി മുട്ടിക്കണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് സാരി ഉടുത്ത് നോക്കിയതാണ്. സത്യമാണ് കേട്ടോ, ഞാൻ കുറച്ച് തടി വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ ഉടുത്തിട്ടും അങ്ങോട്ടേക്ക് ഒരു മെന വരുന്നില്ല കേട്ടോ. അമ്മേനെ കാണിച്ചപ്പോൾ അമ്മ അവിടെ ഇവിടെയും തൊടാതെ ഒരു ഉത്തരം പറഞ്ഞു കേട്ടോ, നിനക്ക് ചുരിദാറാണ് നല്ലത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി സാരി എന്തായാലും എനിക്ക് ചേരുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാൻ തടി കൂടിയിട്ടുണ്ട്, അത് സത്യമാണ്. ഞാൻ സ്മോൾ സൈസ് ആണ്, ഈ ഡ്രസ്സൊക്കെ സ്മോൾ സൈസ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ടോപ്പുകൾ സ്മോൾ സൈസ് ആണ്, പക്ഷെ സ്മോൾ സൈസ് ഇടുമ്പോൾ കണ്ട ഇപ്പൊ എനിക്ക് അവിടെ ഇവിടേക്ക് ഇങ്ങനെ പാർട്ടായിട്ട് പൊന്തി കാണാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മീഡിയത്തിലേക്ക് മാറാനുള്ളതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെടി ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കലുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ബാമ്പുവിന്റെ ആണ്, നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇവിടെയാണ് കേട്ടോ വെക്കാറുള്ളത്. അറിയാലോ, നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്ഥലങ്ങൾ കുറവാണ്. അപ്പോൾ എപ്പോഴും ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ അടുപ്പിന്റെ സൈഡിലാണ് കേട്ടോ ഞാൻ വെക്കാറുള്ളത്. സ്റ്റീൽ പാത്രം വെക്കുമ്പോൾ കരി പിടിക്കില്ല ജി, ഇത് എങ്ങനെയാണ് വെളുപ്പിച്ചെടുക്കുന്നതെന്ന് ചോദിക്കലുണ്ട്. നന്നായിട്ട് ബുദ്ധിമുട്ട് കേട്ടോ. എന്ന് വെച്ചാൽ കരി അങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ കാണുമ്പോൾ എന്തോ പോലെയല്ല. അപ്പം ഞാൻ കരിയൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് കഴുകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഏരിയ എനിക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അടുപ്പിന്റെ അവിടെ എന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ ഞാൻ അങ്ങനെ വൃത്തിയാക്കുന്നതാണ്. ഇപ്പം 2 ആഴ്ചയായിട്ട് വൃത്തിയാക്കിയില്ല. ഇപ്പം എന്താണെന്നറിയില്ല, എനിക്ക് കുറച്ച് മടി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കരി എന്ന് വെച്ചാൽ ഒരുപാടില്ല, എന്നാലും കണ്ടില്ല അവിടുത്തെ പെയിന്റിന്റെ കളർ തന്നെ ഒരു മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ടൈലുള്ളതുകൊണ്ട് ടൈലിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കണം. കഴുകാതെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരി പിടിച്ച് അങ്ങനെ പോകും കേട്ടോ. പിന്നെ മേലത്തേക്ക് ഒന്ന് പെയിന്റ് മാറ്റി അടിക്കണം എന്നുണ്ട്. ഈ വൈറ്റ് കളർ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കളർ ഒന്ന് ചെയ്യണം എന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ അടുപ്പ് പുകയുന്നുണ്ടോ, നല്ലതാണോ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല അടുപ്പാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ശ്രദ്ധ മാറിയിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞു വിറകൊക്കെ ഇട്ട് പാളിച്ചൊക്കെ ഞാനിപ്പോൾ കത്തിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നല്ല വിറകൊക്കെ ഇട്ടാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ വലിയ രീതിയിൽ പുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു അടുപ്പ് നല്ല, നമുക്ക് അടച്ചു വെക്കുന്നതുകൊണ്ട് കരിയൊന്നും പുറത്തേക്ക് കാണില്ല. നമ്മൾ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അടുപ്പ് എപ്പോഴും പുതിയതുപോലെ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അടുപ്പിന്റെ അടിയിൽ നന്നായിട്ട് പൊടി വരും കേട്ടോ. പൊടിയല്ല, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ചിരട്ടയൊക്കെ കത്തിക്കാൻ വേണ്ടി ഇടും, കത്തിക്കാണ്ട് അങ്ങനെ വെക്കും. പിന്നെ ഞാനിങ്ങനെ മടിയുള്ള ദിവസമൊക്കെ അടിച്ചു വാരിയിട്ട് ഇച്ചിരി പൊടികളൊക്കെ ആണെങ്കിൽ ഞാൻ അടുപ്പിന്റെ അടിയിലേക്ക് ആക്കി വിടും കേട്ടോ. അങ്ങനെ പൊടിയായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അതിന്റെ കൂട്ടത്തിൽ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വേഗം ഞാൻ എല്ലാം അവിടെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. ഇപ്പൊ മുറ്റത്തിന്റെ പണിയല്ല, മുറ്റത്ത് നിറച്ച് മണ്ണായതുകൊണ്ട് തന്നെ അകത്തേക്ക് നല്ല രീതിയിൽ പൊടി വരുന്നുണ്ട്. ഈ ഭാഗവും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ വിറകൊക്കെ ഒന്ന് മാറ്റി. വിറക് ഒഴിവാകുന്ന സമയത്ത് അവിടെയൊക്കെ ഒന്ന് അടിച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കലുണ്ട്. ഇപ്പൊ 2 ആഴ്ചയായിട്ട് മടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് പൊടിയായിട്ട് മണ്ണായിരുന്നു കേട്ടോ, വിറകിൽ നിറച്ച് പൊടിയാണ്. എത്ര തട്ടിക്കുടഞ്ഞു കൊണ്ടുവന്നാലും അകത്തേക്ക് നന്നായിട്ട് പൊടിയാവാറുണ്ട്. അപ്പൊ ഇതാ രാവിലത്തെ എന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോകണം. ഞാൻ ഇത് ശനിയാഴ്ച ദിവസം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞൂസിന് ഇന്ന് LSSന്റെ മോഡൽ എക്സാം ഉണ്ട്, അതിന് പോയതാണ്. അല്ലെങ്കിൽ ഞാൻ രാവിലെ പോകുമായിരുന്നു കേട്ടോ. അവൻ ഉച്ചയ്ക്കാണ് വരിക. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് എല്ലാ പണികളൊക്കെ ഒന്ന് ഒരുക്കണം. പിന്നെ ആവശ്യമില്ലാണ്ട് സാരിയൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ അതൊന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.